എൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൊലോസ്യർക്കെഴുതിയ ലേഖനത്തെക്കുറിച്ചുള്ളതായ ചില ചിന്തകളാണല്ലോ കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 1ഉം 2ഉം വാക്യങ്ങൾ 1-ാം ഭാഗത്തിൽ പറഞ്ഞു. 5-ാമത്തെ വാക്യത്തെ മാത്രം എടുത്ത് അതിലെ ഒരു വിഷയത്തെ ചേർത്ത് 2-ാമത്തെ ഭാഗമായിട്ട് പറഞ്ഞു. ഇന്ന് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങളിൽ ലളിതമായിട്ട് എൻ്റെ അറിവിൽ എനിക്ക് ലഭിച്ചതായ പരിജ്ഞാനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു പൂർണ്ണതയുള്ളതല്ല, നിങ്ങളത് കൂടുതൽ പഠിക്കണം, പ്രാർത്ഥിക്കണം. എങ്കിലും എനിക്ക് ലഭിച്ചതായിട്ടുള്ള ദൈവിക അറിവനുസരിച്ച് ഞാനിവിടെ അത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇനി ചിന്തയ്ക്ക് ആധാരമാക്കുന്നത്. 3-ാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: സുവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. ഇത്രയും വായിച്ചതിന് ശേഷം ഒരു നിമിഷം ഞാനൊന്ന് നിർത്തുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിച്ചാലും, സുവിശേഷം സത്യവചനമാണ്. എന്താണ് സുവിശേഷം? യേശുക്രിസ്തു എന്ന മാനവരക്ഷകനിലൂടെ ദൈവം മനുഷ്യരെ സ്വർഗവുമായി നിരപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് സത്യത്തിൽ സുവിശേഷം. അത് സത്യവചനമാണ് എന്ന് പൗലോസ് ഇവിടെ ഉറപ്പിച്ചു പറയുന്നു. കൊലോസ്യരെ, അത് നിങ്ങൾ മുമ്പ് കേട്ടതാണ്. അതായത് പൗലോസിന് നേരിട്ട് ബന്ധമില്ലാത്ത കൊലോസ്യ സഭയിൽ സുവിശേഷം തൻ്റെ ശിഷ്യനായ എപ്പഫ്രാസിലൂടെ എത്തി. അതേക്കുറിച്ച് പൗലോസ് പറയുന്നു, നിങ്ങൾ മുമ്പ് കേട്ടതായ, അതായത് എപ്പഫ്രാസിലൂടെ നിങ്ങൾ കേട്ടതായ ആ സുവിശേഷം സത്യവചനമാണ്. തുടർന്ന് പൗലോസ് പറയുന്നത്, ആ സുവിശേഷത്തിൽ നിങ്ങൾക്ക് ആശിക്കാവുന്ന ഒന്നുണ്ട്. സാധാരണമായ ആശകളെല്ലാം നശ്വരമാണ്. എന്നാൽ സുവിശേഷത്തിലൂടെ മനുഷ്യന് കൈമാറ്റം ചെയ്ത് കിട്ടിയതായ ആശ അനശ്വരമാണ്. അത് ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിക്കുന്നതല്ല. ഒരിക്കലും അവസാനിക്കാത്തതായ നിത്യതയെക്കുറിച്ചുള്ള മർമ്മം സുവിശേഷത്തിലുണ്ട്. ആയതിനാൽ ആ ആശ എന്നത് മനുഷ്യൻ്റെ പ്രത്യാശയാണ്. ആശയുടെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, അഥവാ ആശയുടെ പരകോടിയാണ് പ്രത്യാശ എന്നത്. സുവിശേഷത്തിൻ്റെ സത്യവചനത്തിലൂടെ മനുഷ്യന് ലഭിച്ചത് സ്വർഗത്തെക്കുറിച്ചുള്ള ഉറപ്പാണ്. ഭൂമിയിലെ ഏതാനും ദശാബ്ദങ്ങളിലെ വാസം കൊണ്ട് അവസാനിക്കുന്നതല്ല ജീവിതമെന്നും മനുഷ്യൻ്റെ അന്തിമമായ വാസസ്ഥലം സ്വർഗമാണെന്നും അവിടെ ചെന്നാൽ അവിടെ എത്താൻ മനുഷ്യന് ദൈവം നൽകിയ ഒരു വഴിയുണ്ടെന്നും ആ വഴി യേശുവാണെന്നും ആ വഴിയിലൂടെ അവിടെ എത്തുമ്പോൾ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെയും ഹൃദയം ഇന്നോളം ചിന്തിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയമായ അവസ്ഥകളിൽ മനുഷ്യൻ എത്തിച്ചേരും എന്നുള്ളതുമായ സദ്വാർത്തയാണ് സുവിശേഷത്തിൻ്റെ സത്യവചനം. ഇതാണ് കൊലോസ്യ സഭയ്ക്കും കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ പ്രത്യാശയെല്ലാം സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്, അഥവാ മനുഷ്യനു വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നത് സ്വർഗത്തിലാണ്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന സത്യവചനത്തിലൂടെ നിത്യജീവൻ എന്ന വാഗ്ദത്തം
മനുഷ്യന് നൽകിയിരിക്കുന്നതിനാൽ എല്ലാ ആശകളും ഒടുങ്ങുന്ന ഇടമായ മരണത്തെ സ്വർഗത്തിൽ മനുഷ്യൻ ഭയപ്പെടുകയും വേണ്ട. ഭൂമിയിൽ വെച്ചുണ്ടാകുന്ന ശാരീരിക മരണത്തെപ്പറ്റിയും മനുഷ്യൻ ആശങ്കപ്പെടേണ്ട. കാരണം യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാകുന്ന സത്യവചനത്തിൽ ക്രിസ്തു എങ്ങനെയാണ് മരണത്തെ തോൽപ്പിച്ചതെന്നും എന്നുള്ള ആ സന്ദേശം ആ സുവിശേഷത്തിൽ തന്നെ ഉള്ളതിനാൽ നശ്വരമായ ഭൂമി വിട്ട് നിത്യമായ സ്വർഗത്തിലെത്താൻ മനുഷ്യനെ സാധ്യമാക്കുന്ന കേവലം വസ്ത്രം മാറൽ പ്രക്രിയ മാത്രമാണ് ശാരീരിക മരണത്തിൽ സംഭവിക്കുന്നതെന്നുള്ള ഉറപ്പും ധൈര്യവും യേശുക്രിസ്തു സുവിശേഷത്തിലൂടെ മനുഷ്യന് നൽകുന്നു. ഈ സത്യവചനമാണ് കൊലോസിയ സഭയ്ക്ക് കൈമാറ്റപ്പെട്ടിരിക്കുന്നത്. ഈ വലിയ പ്രത്യാശ ലഭിച്ചവരാണ് കൊലോസിയിലെ വിശുദ്ധന്മാർ. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യമാണ് 4-ാം വാക്യത്തിൽ പറയുന്നത്. ഇങ്ങനൊരു പ്രത്യാശ ഉണ്ട്. കാരണം ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറത്ത്, നശ്വരമായ ജീവിതത്തിനപ്പുറത്ത് ഒരു സ്വർഗീയമായ പാർപ്പിടം തങ്ങൾക്കുണ്ട് എന്നുള്ള ആ വലിയ ആശ, ആ വലിയ പ്രത്യാശ അവർക്ക് ലഭിച്ചതുകൊണ്ട് അതിനെപ്പറ്റിയാണ് 3-ാം വാക്യത്തിൽ നമ്മൾ കേട്ടത്. അതുകൊണ്ട് അവർ 4-ാം വാക്യത്തിൽ അവർ ഒരു കാര്യം ചെയ്യുന്നത് ഈ 3-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 4-ാം വാക്യത്തിൽ എന്താണ് ചെയ്തിരിക്കുന്നത്? 4-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ഇങ്ങനെയാണ് 4-ാം വാക്യം നിർത്തിവെക്കുന്നത്. ഞാനിതൊന്ന് വ്യക്തമാക്കാം. അതായത് 3-ാം വാക്യത്തിൽ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാകുന്ന സത്യവചനത്തിലൂടെ സ്വർഗത്തിൽ തങ്ങൾക്കായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യാശയെപ്പറ്റി ഒരു ബോധ്യം കൊലോസിയിലെ വിശ്വാസികൾക്കുണ്ട്. കൊലോസി സഭ ഒരു കാര്യം മനസ്സിലാക്കി: സ്വർഗം എന്നൊരു നിത്യമായ വാസസ്ഥലം തങ്ങൾക്കുണ്ട്. അവിടേക്ക് യേശുക്രിസ്തു തങ്ങളെ കൊണ്ടുപോകും. എന്നാൽ അവിടേക്ക് തങ്ങൾ മാത്രമല്ല പോകുന്നത്. യേശുവിലൂടെ ആ വഴി കണ്ടെത്തിയവരെല്ലാം അവിടെ പോകും. അവർ എവിടെയുള്ളവരാണെന്നോ അവരുടെ ശാരീരികമായതും ഭൗതികമായ അവസ്ഥകൾ ഇപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊന്നും കൊലോസിയിലെ സഭയിലെ അംഗങ്ങൾക്ക് അറിയില്ല. എന്നാൽ ഒരു കാര്യം അവർ മനസ്സിലാക്കി: സ്വർഗീയ യാത്രക്കാർ എല്ലാവരും വിശുദ്ധരായിരിക്കണം. വിശുദ്ധർക്ക് മാത്രമേ അവിടെ പോകാൻ കഴിയുള്ളൂ. അവരുടെ കുറവുകൾ നീക്കി അവരെ വിശുദ്ധീകരിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. ആയതിനാൽ ആശങ്കകൾക്കോ ആധികൾക്കോ അടിസ്ഥാനമില്ല. മാത്രമല്ല, ആത്മീയമായ അർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ആഗോളമായതാണ്. ഒരവയവത്തിന് മറ്റൊന്നിനെ വേർപിരിഞ്ഞിരിക്കാൻ സാധ്യമല്ല. തലയാകുന്ന ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം ഓരോ ശരീരാവയവങ്ങളിലൂടെയും ഒഴുകുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ കുത്തിയാലും രക്തം പ്രവഹിക്കും. രക്തം പ്രവഹിക്കാത്ത ശരീരാവയവം യഥാർത്ഥത്തിൽ നിർജീവമാണ്, നമുക്കറിയാം. അവയവം എന്ന പേരിന് അത് യോഗ്യവുമല്ല. ആയതുപോലെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിലെ ഏത് ഭാഗത്തും കൂടി സാധാരണ മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തൂടെ രക്തം ഒഴുകുന്നത് പോലെ ക്രിസ്തുവിൻ്റെ സഭയാകുന്ന ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒഴുകേണ്ടത് സ്നേഹമാണ്. കൊലോസ്യ സഭ അതിനുത്തമ ഉദാഹരണമാണ്. കാരണം അവർ സകല വിശുദ്ധന്മാരെയും സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ തങ്ങളെ സ്വർഗീയ പൗരന്മാരാക്കിയ ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസത്തിൽ നിലനിൽക്കാൻ അവർ കഠിനയത്നം ചെയ്യുകയും ചെയ്യുന്നു. അതായത് അവർ സ്വർഗീയ പൗരന്മാരാകയാൽ അവരുടെ ഉള്ളിൽ
സ്നേഹം നിറഞ്ഞിരിക്കുന്നു. സകല വിശുദ്ധന്മാരെയും അവർ സ്നേഹിക്കുന്നു. അതുപോലെ ഈ സ്വർഗീയ യാത്രയ്ക്ക് തങ്ങളെ ഓഹരിക്കാരാക്കിയത് ക്രിസ്തുവാണ്. അവർ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ സ്വർഗത്തിൽ തങ്ങൾക്കും ലഭ്യമായ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയുടെ ധൈര്യം അവർക്കുണ്ട്. സ്വർഗീയ യാത്രയിൽ തങ്ങളുടെ സഹയാത്രികരായ സകല വിശുദ്ധന്മാരോടും അവർക്ക് സ്നേഹവുമുണ്ട്. 1 കൊരിന്ത്യർ 13:13 പൗലോസ് പറയുന്നതായ കാര്യം നിലനിൽക്കുന്ന 3 കാര്യങ്ങളുണ്ടെന്ന് പൗലോസ് അവിടെ പറയുന്നു. അതായത് വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇവ 3 നിറഞ്ഞു നിൽക്കുന്ന സഭയാണ് കൊലോസ്യ സഭ. ആ ഒരർത്ഥത്തിൽ യഥാർത്ഥ ക്രിസ്തു സഭയുടെ പ്രത്യേകതകളെല്ലാമുള്ള സഭയാണ് കൊലോസ്യ സഭ. ആയതുകൊണ്ട് അതായത് വിശ്വാസവും പ്രത്യാശയും സ്നേഹവും കൊലോസ്യ സഭയിൽ നിറഞ്ഞു നിൽക്കുന്നു. അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസമുണ്ട്, സകല വിശുദ്ധന്മാരോടുമുള്ളതായ സ്നേഹമുണ്ട്, സ്വർഗത്തിൽ തങ്ങൾക്കായി സംഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രത്യാശയും അവർക്കുണ്ട്. അപ്പം ആ ഒരു നിലയിൽ യഥാർത്ഥ ക്രിസ്തീയ സഭയെ ശരിയായ നിലയിൽ പ്രതിനിധീകരിക്കുന്ന ഈ കൊലോസ്യയിലെ അംഗങ്ങൾക്ക് വേണ്ടി, സഭാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് തങ്ങൾ സ്തോത്രം ചെയ്യുന്നുവെന്ന് പൗലോസ് പറയുന്നതാണ് 5-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത് സുവിശേഷത്തിൻ്റെ സത്യവചനത്തെക്കുറിച്ചാണ്. അതിലൂടെ സ്വർഗത്തിൽ അവർക്കൊരു പ്രത്യാശയ്ക്കുള്ള കാര്യമുണ്ട് എന്നുള്ളത് പറയുന്നതാണ് 3-ാം വാക്യം പറയുന്നത്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത് സ്വർഗത്തിന് തങ്ങളെ യോഗ്യരാക്കിയ ക്രിസ്തുവിൽ അവർക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലായിടത്തുള്ള വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നവരായി അവർ മാറുന്നു എന്നുള്ളതാണ് 4-ാം വാക്യത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നിറഞ്ഞിരിക്കുന്ന ഈ കൊലോസ്യയിലെ സഭാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പൗലോസ് പറയുന്നതാണ് 5-ാം വാക്യത്തിൽ കാണുന്നത്. അതിൽ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം എന്നൊരു സംബോധന പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് ഞാൻ 2-ാമത്തെ ഭാഗത്തിൽ ഈ കൊലോസ്യ ലേഖനത്തെ ചില ചിന്തകൾ പങ്കിട്ടുകൊണ്ട് 2-ാം ഭാഗത്തിൽ പറഞ്ഞപ്പോൾ ഞാനത് എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ 5-ാം വാക്യം കൂടുതലായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല. എന്നാൽ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആ സുവിശേഷം, അതായത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, ഇവരെ ബലപ്പെടുത്തിയ, ഇവരെ സകല വിശുദ്ധന്മാരെയും സ്നേഹിക്കുന്നതിന് പര്യാപ്തരാക്കിയ, ഇവർക്ക് പ്രത്യാശ നിറച്ചു കൊടുത്ത, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിച്ച ഈ സുവിശേഷം 6-ാം വാക്യത്തിൽ പറയുന്നു: ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലെത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരും. മേൽ പറയപ്പെട്ടതായ ക്രിസ്തുവിൻ്റെ സുവിശേഷം ഒരിടത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല. ആർക്കും അതിനെ ഒതുക്കാനും സാധ്യമല്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം സർവ്വലോകത്തിനു വേണ്ടിയുള്ളതാകയാൽ അത് സർവ്വലോകത്തിലും എത്തിയിരിക്കും. അതിനെ ഏത് വിധേനയും അതിൻ്റെ ഉടയവൻ സർവ്വലോകത്തിലും എത്തിച്ചിരിക്കും. നമ്മൾ മത്തായിയുടെ സുവിശേഷം 24:14 യേശു കർത്താവ് തന്നെ ഇങ്ങനെ പറയുന്നു: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഇത് യേശു തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുവിശേഷം സർവ്വലോകത്തിലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ എത്തിയിരിക്കും എന്നുള്ളതാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. എന്നാൽ 7-ാം വാക്യത്തിൽ അത് മാത്രമല്ല പറയുന്നത്. അതിൻ്റെ ഭാഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറയട്ടെ, സർവ്വലോകത്തിലും ഈ സുവിശേഷം എത്തുന്നു എന്നുള്ളതിനാൽ കൊലോസ്യ പ്രദേശങ്ങളിലും സുവിശേഷം എത്തിയേ മതിയാകുണ്ടായിരുന്നുള്ളൂ. അത് എത്തുകയും ചെയ്തു. എന്നത് ആരിലൂടെയാണ് അത് എത്തിക്കേണ്ടതെന്നുള്ളത് നിശ്ചയിക്കുന്നത് ദൈവമാണ്. ഏതു മാർഗത്തിലൂടെയും ദൈവം തന്നെ പ്രവൃത്തി ചെയ്യുമെന്നുള്ളതിന് ബൈബിളിൽ ധാരാളം തെളിവുണ്ട്. കൊലോസ്യ പ്രദേശങ്ങളിൽ ഈ സുവിശേഷം എത്തിക്കാനായിട്ട് ദൈവം കണ്ടത് പൗലോസിൻ്റെ
ശിഷ്യനായിരുന്ന എപ്പഫ്രാസിനെയാണ്. ആരിലൂടെ, അതായത് സുവിശേഷം കർത്താവിന് ഒരു സ്ഥലത്ത് എത്തിക്കണമെന്ന് കർത്താവിന് പദ്ധതി ഉണ്ടെന്നുള്ളത് നിസ്തർക്കമാണ്. എല്ലായിടത്തും സുവിശേഷം എത്തുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആരിലൂടെയാണെങ്കിൽ പോലും അത് ചെയ്യാൻ കർത്താവിന് സാധിക്കും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളിലൂടെയും സുവിശേഷം ഒരു ദിക്കിലെത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ സമയത്ത് കർത്താവ് അത് നിങ്ങളിലൂടെയും ചെയ്തെടുക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഈ വാക്കുകൾ കേൾക്കുക. ഇവിടെ കൊലോസ്യ പ്രദേശങ്ങളിൽ സുവിശേഷം എത്തിക്കാൻ ദൈവം ഉപയോഗിച്ച മാധ്യമം എപ്പഫ്രാസ് എന്ന വ്യക്തിയാണ്. അപ്പോൾ തന്നെ സുവിശേഷം എന്ന് പറയുന്നത് കേവലം ഒരു സദ്വാർത്ത മാത്രമല്ല, അത് മനുഷ്യ ഹൃദയങ്ങളിൽ ഗുണപരമായ മാറ്റം വരുത്തുന്നതാണ്. ഗുണപരമായ മാറ്റം അഥവാ ഫലം കായ്ക്കൽ സുവിശേഷത്തിന് കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സുവിശേഷം കേട്ട ജനത്തിന് ഫലം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഗുണമുണ്ടായില്ല, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ സുവിശേഷത്തിൽ വ്യക്തമാക്കുന്ന ദൈവകൃപയെക്കുറിച്ച് യഥാർത്ഥമായി കേട്ടറിഞ്ഞവരല്ല. കാരണം 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, 6-ാം വാക്യത്തിന്റെ അവസാനം, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരും. അതായത് സുവിശേഷം സർവ്വലോകത്തിലും എത്തും. സുവിശേഷം സർവ്വലോകത്തിൽ എത്തി വെറുതെ ഒരു വാർത്തയായിട്ട് പറഞ്ഞു പോവില്ല, മറിച്ച് അത് വർദ്ധിച്ചു വരും. അപ്പോൾ തന്നെ അത് ഫലം ഉളവാക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സുവിശേഷം കേട്ടവരാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മാറ്റം വരുത്താൻ അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം സുവിശേഷത്തിൻ്റെ തെറ്റോ അല്ല, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇവിടെ 6-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പറയുന്നു, കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരും. സുവിശേഷം ഫലം ഉളവാക്കുന്നതാണ്. ഫലം ഉളവാക്കുക മാത്രമല്ല, ഫലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നൂടെയാണ്. അപ്പോൾ ഗുണപരമായ മാറ്റം സുവിശേഷം കേട്ട ഒരു ജനത്തിന് വന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് അല്ലെങ്കിൽ ഒരു ദേശത്തിന് വന്നിട്ടില്ല എങ്കിൽ സുവിശേഷത്തിൻ്റെ തെറ്റല്ല, മറിച്ച് യഥാർത്ഥമായ ദൈവകൃപ, അല്ലെങ്കിൽ ദൈവകൃപ യഥാർത്ഥമായി ഗ്രഹിപ്പാൻ കഴിഞ്ഞിട്ടില്ല. അതായത് സുവിശേഷം, യഥാർത്ഥ സുവിശേഷം അവർക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. യഥാർത്ഥ ദൈവകൃപ സുവിശേഷത്തിലൂടെ ഒരു വ്യക്തി അഥവാ ജനങ്ങൾ അറിഞ്ഞാൽ അവർ ഫലം കായ്ക്കാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടാകുന്ന ഫലം ആത്മാവിൻ്റെ ഫലമാണെന്നും അതെന്തെല്ലാമാണെന്നും ഗലാത്യർ 5:22 പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. ഗലാത്യർ 5:22 നമുക്ക് എല്ലാവർക്കും അറിയാം. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങൾ എന്നല്ല അവിടെ ഉപയോഗിക്കുന്നതും കൂടി ഞാൻ പറയട്ടെ. ഈ ഫലം ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നിങ്ങൾ കേട്ടത് യഥാർത്ഥമായ സുവിശേഷം അല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പം ശരിയായ സുവിശേഷം കേൾക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായൊരു സത്യമാണ്. അപ്പോൾ ശരിയായ സുവിശേഷം കേട്ടാൽ അവിടെ സർവ്വലോകത്തിലും എന്ന പോലെ ഫലം കായ്ക്കുന്നു എന്ന് മാത്രമല്ല, അതിൽ ഒരു വർധനവ് കൂടെ ഉണ്ടാകുമെന്നും പൗലോസ് ഈ ഭാഗത്തൂടെ പറയും. അങ്ങനെ ഫലം കായ്ക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്ന സഭയാണ് യഥാർത്ഥമായ ഒരു ക്രിസ്തീയ സഭ. അതിൻ്റെ ലക്ഷണം അതാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ അവർ തങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കണം. അത് ഉറപ്പാക്കാൻ അധികം ശ്രമിക്കണമെന്നും അവർ ചെയ്യേണ്ടത് എന്തെല്ലാം എന്നുള്ളതും പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് അനുബന്ധമായിട്ട് ഞാനിവിടെ വായിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? 6-ാം വാക്യം തന്നെ എടുത്തു പറയണം. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരും. അപ്പോൾ ഇതിനോട് അനുബന്ധമായിട്ട് പത്രോസ് അപ്പോസ്തലനും ഈ വർധനവിനെ കുറിച്ച് പറയുന്ന
ആ ഒരു ഭാഗമുണ്ട്. അത് ഞാൻ ഇതിനോട് ചേർത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതെഴുതിയിരിക്കുന്നത് പത്രോസ് എഴുതിയ ലേഖനം, പത്രോസിന്റെ 2-ാം ലേഖനം, അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള വാക്യങ്ങളിലാണ്. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, ഇനി ശ്രദ്ധിച്ചാൽ കൂടുതലായിട്ട്, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ, സുവിശേഷം ഫലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു എന്ന് കൊലോസ്യ ലേഖനത്തിൽ എഴുതുമ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, ഈ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസം, ആദ്യ ഉത്സാഹം, വിശ്വാസം, വീര്യം, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരത, ഭക്തി, സഹോദരപ്രീതി, സ്നേഹം, ഇവയെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. അവയില്ലാത്തവനോ കുരുടനത്രേ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. ഇവിടെ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ ഇടയിലും എത്തി വർദ്ധിച്ചും ഫലം കായ്ച്ചും വരുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയതിന് അനുബന്ധമായിട്ടിവിടെ ഞാൻ പറഞ്ഞതാണത്. ഈ വിവരങ്ങളൊക്കെ ഞങ്ങൾ എപ്പഫ്രാസിനെ പഠിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും കൊലോസ്യ സഭയെ അദ്ദേഹം അത് പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത 7-ാം വാക്യത്തിൽ പറയുന്നു. അടുത്ത 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹവൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. എങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്? അതായത് സുവിശേഷം സർവ്വലോകത്തിലും എത്തും, അങ്ങനെയാണ് നിങ്ങളുടെ ഇടയിലും എത്തിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ അത് നിങ്ങളുടെ ഇടയിൽ മാത്രമല്ല സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരും. അപ്പൊ സുവിശേഷത്തിൽ ഉണ്ടാകുന്ന ഫലം എന്താണെന്നുള്ളത് ഗലാത്യർ 5:22 മുതൽ 22-23 വാക്യങ്ങളിൽ പറയുന്നത് ഞാൻ ഗലാത്യർ 5:22 പൗലോസിന്റെ ലേഖനത്തിൽ നിന്ന് എഴുതി. അതുപോലെ തന്നെ വർദ്ധിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ വർധനവ് ഉണ്ടാവുന്ന കാര്യങ്ങൾ ഏതിലൊക്കെ വർധനവ് ഉണ്ടാകണമെന്ന് അപ്പോസ്തലനായ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ 3 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവയുണ്ടായി വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ അതിൽ ഉറപ്പിക്കണം. അങ്ങനെ ഉറപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകത്തില്ല. നിങ്ങൾ ക്രിസ്തുയേശുവിന്റെ രാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുമെന്ന് പൗലോസ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം 7-ാം വാക്യത്തിൽ പൗലോസ് എടുത്ത് പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങളുടെ സഹവൃത്യനായിരിക്കുന്ന എപ്പഫ്രാസിൽ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് 7-ാം വാക്യത്തിൽ പറയുന്നത്. 8-ാം വാക്യം വരെയാണല്ലോ ഞാൻ ഇപ്രാവശ്യം പറയാമെന്ന് പറഞ്ഞത്. ആ 8-ാം വാക്യത്തിൽ പറയുന്നു, എപ്പഫ്രാസിന്റെ ചില ക്വാളിറ്റീസ്, ചില ഗുണങ്ങൾ പറയുന്നു. അവൻ ക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനാണ് എന്നുള്ള കാര്യം പൗലോസ് എടുക്കുകയാണ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ എന്ന പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് താരതമ്യേന എളുപ്പമായ ഒരു കാര്യമാണ്. എന്നാൽ വിശ്വസ്തൻ എന്നൊരു ക്രിയാവിശേഷണം ശുശ്രൂഷകൻ എന്ന വാക്കിന് മുമ്പിൽ ചേർത്ത് കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കൃപയാൽ എപ്പഫ്രാസിന് അത് സാധ്യമായി. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അവൻ ക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനാണ്. ഇനി നമുക്കറിയാം, റോമർ 5:2 നമ്മൾ വായിച്ചിട്ടുണ്ട്. കൊരിന്ത്യർ 5:2, 1 കൊരിന്ത്യർ 5:2 ഗ്രഹവിചാരകന്മാരെ പറ്റി പറയുന്നതായ കാര്യത്തിൽ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
അല്ല, കൊരിന്ത്യർ 1 കൊരിന്ത്യർ 4:2 1 കൊരിന്ത്യർ 4:2 ഗ്രഹവിചാരകന്മാരെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്ത് പറഞ്ഞിരുന്നു. ഗ്രഹവിചാരകന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്നത്രയാണ്. അപ്പോ എപ്പഫ്രാസിനെ കുറിച്ച് അങ്ങനെ ഒരു യോഗ്യത പറയുവാനുണ്ട്. കേവലം ക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ എന്ന് മാത്രമല്ല, താൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ കൂടിയാണ് എന്ന ഒരു നല്ല യോഗ്യത, ഒരു നല്ല പ്രശംസാ വാക്ക് പൗലോസ് അപ്പോസ്തലൻ എപ്പഫ്രാസിനെ കുറിച്ച് പറയുന്നതാണ് 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അപ്പൊ നോക്കുക, വിശ്വസ്ത ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ ദൈവത്തോട് മാത്രം വിശ്വസ്തതയുള്ളവരെന്നല്ല. അത് കാരണം അത് തുടർന്ന് 8-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ കരുതിയിരിക്കണം. യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞിരിക്കുന്നു അവൻ ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. എന്നാൽ മനുഷ്യരോടും അവൻ വിശ്വസ്തനായിരുന്നു എന്നുള്ളത്, എപ്പഫ്രാസ് മനുഷ്യരോടും വിശ്വസ്തനായിരുന്നു എന്നുള്ളത് 8-ാം വാക്യത്തിന്റെ അവസാനത്തിൽ പറയുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകും. അതായത് എപ്പഫ്രാസ് എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയൻ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകനാണ്. കാരണം ഞങ്ങൾ എന്തെല്ലാമാണോ അദ്ദേഹത്തെ പഠിപ്പിച്ചത് അത് അതേപോലെ ഒട്ടും മായം ചേർക്കാതെ കൊലോസ്യ സഭയെ നിങ്ങളുടെ അരികിൽ അദ്ദേഹം വന്നു നന്നായിട്ട് അവതരിപ്പിച്ചു, നന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു. അപ്പോൾ തന്നെ അദ്ദേഹം ഒരു കാര്യം ചെയ്തു, നിങ്ങളുടെ ഇടയിൽ ചില ദുരുപദേശങ്ങളൊക്കെ ചിലർ കടത്തിക്കൊണ്ട് വരുന്ന കാര്യം ഞങ്ങളെ അറിയിച്ചു. അത് ഞങ്ങൾ അതിന് വേണ്ടതായിട്ടുള്ള മറുപടി നൽകണമെന്ന് ഞങ്ങളോട് പറഞ്ഞു എന്ന് അറിയിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്, മറിച്ച് നിങ്ങളിലുള്ള ഒരു നല്ല ഗുണം കൂടെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്താണ്? 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകും. അപ്പൊ നോക്കുക, ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞേൽപ്പിച്ച കാര്യം ക്രിസ്തുവിന് വേണ്ടി അദ്ദേഹം അവിടെ ചെയ്തു. അപ്പോൾ തന്നെ നിങ്ങൾക്കുള്ളൊരു നല്ല ഗുണം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ആത്മാവിന്റെ സ്നേഹമുള്ളവരാണ് എന്നുള്ള ആ കാര്യം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. അതായത് അദ്ദേഹം ദൈവത്തിനും വിശ്വസ്തനായിരുന്നു, അഥവാ ക്രിസ്തുവിനും വിശ്വസ്തനായിരുന്നു, ഞങ്ങൾക്ക് വിശ്വസ്തരായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ നല്ല ഗുണങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും അദ്ദേഹം വിശ്വസ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ രത്നചുരുക്കമായിട്ട് പെട്ടെന്ന് ഒരു വാക്കുകൂടെ പറയട്ടെ. നോക്കുക, 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സുവിശേഷം സത്യവചനമാണ്. അത് നിങ്ങൾ മുമ്പേ കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കേട്ടത് ആരിൽ നിന്നാണ്? നിങ്ങൾ കേട്ടത് എപ്പഫ്രാസിൽ നിന്നാണ്. ആ സത്യവചനത്തിനകത്ത് എന്താണ് നിങ്ങൾ കേട്ടത്? സ്വർഗം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഈ ഭൂമിയിലെ അല്പകാല ജീവിതം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇവിടുത്തെ അന്ന് അവർ തത്വചിന്തകളൊക്കെ അവരുടെ ഇടയിൽ കയറുന്നുണ്ട്. ആ തത്വചിന്തകളിലൊക്കെ യുക്തിവാദങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. നിത്യമായ ഒരു വാസസ്ഥലം മനുഷ്യനുണ്ട്. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത അനുഭവങ്ങൾ മനുഷ്യന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു നിത്യ സ്ഥലം മനുഷ്യനുണ്ട്. അവിടെ മരണത്തെ തനിക്ക് അവർക്ക് പേടിക്കേണ്ട. നിത്യജീവൻ അവർക്കായി വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ നിത്യജീവൻ യേശുക്രിസ്തു എന്ന മാനവ രക്ഷകനിലൂടെ ലഭിച്ചിട്ടുണ്ട്. അവന്റെ ജീവിതത്തെക്കുറിച്ചുള്ളതായുള്ള ആ സദ്വാർത്തയാണ് സുവിശേഷത്തിന്റെ കാതൽ. അപ്പോൾ ഈ സുവിശേഷം അവർ മുമ്പേ കേട്ടിട്ടുണ്ട്. ആ സുവിശേഷത്തിലൂടെ അവർക്ക് ഒരു പ്രത്യാശ വന്നിട്ടുണ്ട്. ആ പ്രത്യാശ സ്വർഗത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ സ്വർഗത്തിലേക്ക് തങ്ങളെ യോഗ്യരാക്കിയതായുള്ള ക്രിസ്തുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായി. സുവിശേഷത്തിന്റെ സത്യവചനം അവർ കേട്ടപ്പോൾ അവർക്ക് സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുണ്ടായി. ആ സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുണ്ടായപ്പോൾ ആ പ്രത്യാശയിലേക്ക് തങ്ങളെ നയിച്ചതായ ക്രിസ്തുവിൽ അവർക്ക് വിശ്വാസമുണ്ടായി. ആ ക്രിസ്തുവിൽ അവർക്ക് വിശ്വാസം ഉണ്ടായപ്പോൾ ആ ക്രിസ്തുവിലൂടെ തങ്ങൾ പോകപ്പെടുന്നതായ അല്ലെങ്കിൽ തങ്ങൾ നയിക്കപ്പെടുന്നതായിട്ടുള്ള സ്വർഗത്തിൽ തങ്ങൾ മാത്രമല്ല പോകുന്നത്, ലോകമെങ്ങും, ഒരുപക്ഷെ ലോകത്തിലുള്ള എല്ലാവരെയും അവർക്ക് അറിയത്തില്ല,
വാഹന സൗകര്യങ്ങളില്ലാത്ത, മാധ്യമങ്ങളില്ലാത്ത, അല്ലെങ്കിൽ മറ്റ് വാർത്താ മാധ്യമങ്ങളോ അല്ലെങ്കിൽ വാർത്താവിനിമയ ഉപാധികളോ ഒന്നുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ലോകത്തിൽ മറ്റുള്ള ജനത്തെക്കുറിച്ചോ മറ്റുള്ള ആളുകളെക്കുറിച്ചോ വലിയ അറിവൊന്നും ഇല്ലെങ്കിൽ പോലും ലോകത്തിൽ എല്ലായിടത്തും എവിടെയെല്ലാം മനുഷ്യനുണ്ടോ അവിടെയുള്ള ക്രിസ്തുവിൽ സ്വതന്ത്രരാക്കപ്പെട്ട, ക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ച വിശുദ്ധന്മാർ അവരെല്ലാവരും സ്വർഗത്തിലെത്തുമെന്നും അവരെ തങ്ങൾക്ക് നേരിട്ട് അറിയില്ലെങ്കിലും അവരെല്ലാവരും സ്നേഹിക്കുന്ന ഒരു ഹൃദയം ഇവർക്കുണ്ട് എന്നുള്ളതുമൊക്കെയാണ് 3-4 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ഈ വലിയ പ്രത്യാശ, സ്വർഗത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്രിസ്തുവിലുള്ളതായുള്ള വിശ്വാസം, അപ്പോൾ തന്നെ ക്രിസ്തുവിനോടൊപ്പം തങ്ങളോടൊപ്പം ക്രിസ്തുവിനോട് ചേർന്ന് സ്വർഗത്തിൽ എത്തുന്നതായുള്ള മറ്റു വിശുദ്ധന്മാരോടുള്ള സ്നേഹം, അങ്ങനെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് 4-ാം വാക്യത്തിൽ കാണുന്നത്. അത് പ്രാർത്ഥിക്കുന്നത് ആരുടെ പേരിലാണ്? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് ഞങ്ങൾ ആ കാര്യത്തിൽ ഇങ്ങനൊരു നല്ല ജനക്കൂട്ടത്തെ ഞങ്ങൾക്ക് തന്നല്ലോ, ഇങ്ങനൊരു നല്ല സഭയെ ഞങ്ങൾക്ക് തന്നല്ലോ എന്നോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നതിനെ പറ്റി 5-ാം വാക്യത്തിൽ പറയുന്നു. 6-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ കേട്ട ഈ സുവിശേഷം നിങ്ങളുടെ അടുത്ത് മാത്രമല്ല സർവ്വലോകത്തിലും അതെത്തും. അത് അങ്ങനെയാണ് നിങ്ങളുടെ അടുക്കലും എത്തിയത്. അത് നിങ്ങളുടെ ഇടയിൽ എത്തി ചുമ്മാതെ പോവുകയല്ല, അത് സർവ്വലോകത്തിലും അതിനൊരു യോഗ്യത എന്താ, അതിനൊരു പെക്യുലാരിറ്റി എന്താ, അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഫലം കായ്ക്കുകയും ചെയ്യും, അത് വർദ്ധിക്കുകയും ചെയ്യും. ആ ഫലം എന്താണ് എന്നുള്ളത് ആത്മാവിന്റെ ഫലം എന്ന നിലയിൽ ഗലാത്യർ 5:22 സ്നേഹം, സന്തോഷം എന്ന് പറയുന്നതായിട്ടുള്ള ഇന്ദ്രിയജയം വരെ ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് അതിന്റെ ഫലം, ആത്മാവിന്റെ ഫലം. അപ്പോൾ തന്നെ വർധനവ് ഉണ്ടാവേണ്ട ഏതൊക്കെ ഉള്ള കാര്യങ്ങളിലാണ് എന്നുള്ളത് അത് 2 പത്രോസ് 1:3 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങളും ഞാൻ എടുത്തു പറഞ്ഞിരുന്നു. അങ്ങനെ അതിൽ വർധന ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് 7 വരെയുള്ള വാക്യം കഴിഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങളുടെ സഹവൃത്യനായിരിക്കുന്ന എപ്പഫ്രാസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് എപ്പഫ്രാസിനെ കുറിച്ചൊരു നല്ല വാക്ക് പറയുകയാണ്. എന്താണ്? അദ്ദേഹം ക്രിസ്തുവിന്റെ ഒരു വിശ്വസ്ത ശുശ്രൂഷകനാണ്. കാരണം ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ, ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്ത കാര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ നന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു. ഇപ്പോൾ തന്നെ നിങ്ങളോടും അദ്ദേഹം വിശ്വസ്തനാണ്. കാരണം നിങ്ങളുടെ കുറവും കുറ്റങ്ങളും മാത്രമല്ല ഞങ്ങൾക്ക് പറയാൻ വന്നത്. കുറവും കുറ്റം എന്ന് വെച്ചാൽ അവരുടെ കുറ്റമല്ല, മറിച്ച് അവരുടെ ഇടയിൽ ക്രിസ്തുവിനെ ചെറുതാക്കി കാണിക്കുന്ന ചില ദുരുപദേശങ്ങൾ എത്തിയിരിക്കുമ്പോൾ അവരെ രക്ഷിക്കാനായി, ഈ ദുരുപദേശക്കാരുടെ കയ്യിൽ നിന്ന് അവരെ പിടിവിക്കാനായി പൗലോസും കൂടെയുള്ളവരും തക്കതായുള്ള മറുപടികൾ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഈ സഭയ്ക്ക് ദൈവസ്നേഹം നിറയപ്പെട്ടിരിക്കുന്ന ഒരു സഭയാണെന്നുള്ള ഒരു നല്ല കാര്യം കൂടെ എപ്പഫ്രാസ് ഇവരെ അറിയിക്കുകയുണ്ടായി. അങ്ങനെ എപ്പഫ്രാസ് ക്രിസ്തുവിനും വിശ്വസ്തനാണ്, മനുഷ്യർക്കും വിശ്വസ്തനാണ്, സഭയ്ക്കും വിശ്വസ്തനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വായിക്കുമ്പോൾ നിങ്ങൾ നോക്കുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. എങ്കിൽ തന്നെയും ഇത് പൂർണ്ണമല്ല. കാരണം ഇത് കഴിഞ്ഞ നീണ്ട നൂറ്റാണ്ടുകളിൽ, നീണ്ട സഹസ്രാബ്ദങ്ങളിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നോക്കുക, ഓരോ ദൈവമക്കളും, ഓരോ ദൈവവൈദ്യരും ഇതിനകത്ത് പ്രാർത്ഥനയോടെ പിന്നെയും സമീപിക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ മന്ന ഇതിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് തരും. ഇതുകൊണ്ട് തൃപ്തരാകരുത്. നിങ്ങൾ ഇനിയും ഇതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ വെളിപ്പാടുകൾ നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ലഭിച്ചതായ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചത് മാത്രമേ ഉള്ളൂ. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു. അപ്പോൾ തന്നെ നോക്കുക, ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാനിത് എഴുതി വെച്ച് പറയുന്നതിന്റെ ഒക്കെ അർത്ഥത്തിൽ ചിലപ്പോൾ ചില വാക്കുകളുടേതായിട്ടുള്ള ചില ഒഴുക്കില്ലായ്മ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഞാനിത് പറയുന്നത്. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വ്യാഖ്യാനിക്കാതെ ഞാനിത് വായിക്കുകയാണ്. അപ്പോൾ തന്നെ ഓർക്കുക, ഇത് ഞാൻ പറഞ്ഞത് പിന്നെയും നിങ്ങൾ കേൾക്കണം. നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വേദപുസ്തകം കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. കാരണം പൗലോസിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് അത്ര വ്യാഖ്യാനിക്കുക എളുപ്പമുള്ള കാര്യമല്ല. കുറേ അധികം കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് എഴുതുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഞാൻ എത്രത്തോളം അതിനകത്ത് ഭംഗിയായി പറയാൻ കഴിയുന്നു എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എനിക്കതിനെക്കുറിച്ച് ഭാരമുണ്ട്. എങ്കിലും എൻ്റെ അറിവ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം
ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടും നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്ന പോലെ സർവ്വലോകത്തിലും ഫലം കായ്ച്ചും വർദ്ധിച്ചും വരും. ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ. അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകരും നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാകുന്നു. പ്രിയ ദൈവമക്കളെ, 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളോട് ചേർന്ന് അങ്ങനെ കൊലോസ്യർ 1-ാം അധ്യായം അതിൽ 8 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പറയുകയുണ്ടായി. ഇനി 9 മുതലുള്ള വാക്യങ്ങളാണ് പറയാനുള്ളത്. അത് അടുത്ത പ്രാവശ്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്ഷമയോടെ കേട്ട എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളോടെ അവസാനിപ്പിക്കും.